ഒടുവിൽ വൈദ്യുതി കമ്പികൾ നീക്കം ചെയ്ത് KSEB. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ വൈദ്യുതി കമ്പികളാണ് മാറ്റിയത്. ഗേൾസ് ഹൈസ്കൂളിലേക്കും സമീപത്തെ വീട്ടിലേക്കും വൈദ്യുതി ലൈനുകൾ മാറ്റി സ്ഥാപിച്ച് കണക്ഷൻ നൽകി. മിഥുന്റെ ദാരുണ മരണത്തിന് വഴിവെച്ച വൈദ്യുതി ലൈൻ ഒടുവിൽ KSEB അധികൃതർ അഴിച്ചുമാറ്റി. തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ വളപ്പിലൂടെ വലിച്ചിരുന്ന ലൈൻ ശനിയാഴ്ച വൈകിട്ട് 7ഓടെയാണ് നീക്കം ചെയ്തത്. ഗേൾസ് ഹൈസ്കൂളിലേക്കും സമീപത്തെ വീട്ടിലേക്കും വൈദ്യുതി എത്തിച്ചിരുന്ന ലൈനായിരുന്നു ഇത്. സ്കൂൾ വളപ്പിലെ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ താഴ്ന്നു കിടന്ന 3 ഫേസ് ലൈനിൽ നിന്നുമാണ് ഷോക്കേറ്റത്. കളിക്കിടെ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ മിഥുൻ ഷോക്കേറ്റ് മരിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. സംഭവത്തെ തുടർന്ന് ലൈനിലൂടെയുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. ശനിയാഴ്ച വൈകിട്ട് മിഥുന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 5ഓടെ സ്കൂളിന് വടക്ക് കിഴക്ക് ഭാഗത്തെ പാതയിലൂടെ കോവൂർ ഉന്നതിയിലേക്കുള്ള ലൈനിൽ നിന്ന് സമീപത്തെ വീടിന് മുന്നിൽ വൈദ്യുതി തൂണും കേബിളും ഇട്ട് കണക്ഷൻ എത്തിച്ചു. സ്ഥിര സംവിധാനത്തിലൂടെയുള്ള കേബിൾ വഴി ഗേൾസ് സ്കൂളിലേക്ക് വൈദ്യുതി എടുക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് സ്കൂൾ വളപ്പിലൂടെ ഉണ്ടായിരുന്ന വൈദ്യുതി ലൈൻ KSEB അധികൃതർ അഴിച്ചുമാറ്റിയത്. തോപ്പിൽമുക്ക് കല്ലുകടവ് പാതയിൽ സ്കൂളിന് മുന്നിലിട്ടിരുന്ന വൈദ്യുതി തൂണിൽ നിന്നുള്ള ലൈനാണ് നീക്കം ചെയ്തത്. 45 വർഷത്തോളം പഴക്കമുള്ള ലൈനായിരുന്നു ഇത്. ന്യൂസ് ബ്യൂറോ, ചവറ.